I'm fine. Good morning, all. Are you good? You can mark Good morning. attendance now. എല്ലാവരും chat box ൽ present ഇപ്പൊ പോയിട്ട് ടൈപ്പ് ചെയ്യണം. How are you? ടൈപ്പ് ചെയ്യേണ്ടത് നേരത്തെ ടൈപ്പ് അറിയില്ല. How are you? So, I'm fine. All of you type your attendance in the chat box, please. All of you. Okay. മിസ്സിനെ കാണുന്നില്ല. മിസ്സിനെ കാണുന്നില്ലേ? Morning, miss. കാണാൻ പറ്റുന്നില്ല? Yes. Okay. Yes. Okay, very good. So, Good morning, teacher. good morning, all. എല്ലാവരും Good morning, teacher. good morning, all. എല്ലാവരും attendance മാർക്ക് ചെയ്തോ? Yes. All of you marked your attendance? Okay. 1 minute. മിസ്സിന്റെ പേര് ഷാരോൺ എന്നാണ്. അപ്പോ ഇന്ന് തൊട്ട് മിസ് മേരിക്കുട്ടി മിസ്സിന് പകരം മിസ് ആയിരിക്കും നിങ്ങളെ സോഷ്യൽ പഠിപ്പിക്കുന്നത്. സോറി, സോഷ്യൽ അല്ല, EVS. ഓക്കെ. മിസ്സിന്റെ പേര് ഷാരോൺ ജോൺ എന്നാണ്. ഓക്കെ, അനിയത്തിയുടെ പേര് മാറ്റാൻ മറന്നവരൊക്കെ പേര് മാറ്റിക്കോ. അറ്റൻഡൻസ് ഇടുമ്പോ നിങ്ങളുടെ പേര് തന്നെ ടൈപ്പ് ചെയ്തിട്ട് പ്രസന്റ് ഇടുക. അനിയത്തിയുടെ പേര് മാറ്റാൻ മറന്നു പോയാലും അറ്റൻഡൻസ് ഇടുമ്പോ നിങ്ങളുടെ പേര് എഴുതിട്ട് ടൈപ്പ് ചെയ്തിട്ട് വേണം അവിടെ പ്രസന്റ് എന്ന് ടൈപ്പ് ചെയ്യാൻ. ഓക്കെ ഓക്കെ. അപ്പോ മേരിക്കുട്ടി മിസ് നിങ്ങൾ EVS അല്ലേ പഠിപ്പിക്കുന്നത്? അതെന്താ പറ്റാത്തെ? ഇവിടെ എല്ലാവരും പ്രസന്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, ഒരുപാട് പേര് ടൈപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. എന്തെങ്കിലും റേഞ്ചിന്റെ ഇഷ്യൂസ് ആയിരിക്കും. നിങ്ങൾ ടൈപ്പ് ചെയ്തിടാൻ ശ്രമിക്കുക. ഓക്കെ ഓക്കെ. സോ നിങ്ങളുടെ EVSന്റെ മിസ് ഇന്ന് തൊട്ട് ഞാനായിരിക്കും. സോ നിങ്ങൾ EVSൽ ഇപ്പൊ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നേ? Yes. Okay, we are studying about clothes for us. അല്ലേ? So നിങ്ങൾ എന്താ EVSന്റെ ക്ലാസ് മേരിക്കുട്ടി മിസ്സിന് വരെ ഞാനായിരിക്കും ഇനി തൊട്ട് എടുക്കുന്നത്. ഓക്കെ ഓക്കെ. നിങ്ങൾ അതില് മേരിക്കുട്ടി മിസ് കുറച്ച് നാള് ലീവിലായിരിക്കും. അപ്പൊ ഞാനാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പോ നിങ്ങളുടെ ചാപ്റ്ററിൽ അതിൽ ഫസ്റ്റത്തെ I am a doctor, I am a postman, I am going to party എന്ന് പറഞ്ഞിട്ട് 3 ആൾക്കാരും അവരുടെ ഡ്രസ് ഒക്കെ തന്നിട്ടില്ല. അത് നിങ്ങൾ മാച്ച് ചെയ്തോ? ഓക്കെ നിങ്ങൾ മാച്ച് ചെയ്തു. വെരി ഗുഡ്. ഓക്കെ ഓക്കെ സ്റ്റുഡൻസ്, ഞാൻ നിങ്ങളെ എല്ലാരും മ്യൂട്ട് ചെയ്യാൻ പോവാണ്. I am going to mute you all. Okay, and listen to the class. We all have clothes. Okay, and why do we wear clothes? We wear clothes to protect ourselves from heat, cold, wind, and rain. Okay, that is to protect ourselves from the heat, cold, and wind.
ദാറ്റ് ഈസ് നമ്മൾ നമ്മളെ തന്നെ കോൾഡ് ചെയ്യുന്നത്. കോൾഡ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ്, അതുപോലെ ഹീറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ചൂട്, അതുപോലെ വിൻഡ്. വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല കാറ്റൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യും അല്ലെ? അതുപോലെ മഴ, ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാനാണ് നമ്മൾ ക്ലോത്ത്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, all of you should take your textbook. Okay, take your textbook. Okay, and here you can see there are so many people. Okay, there are so many people with the different dresses. Okay, and they have different dress, and the only dress that is familiar with you is a lady wearing a saree. അല്ലേ? സാരി മാത്രമല്ലേ നിങ്ങൾക്ക് അതിൽ അറിയാവുന്ന ഡ്രസ് ഉള്ളൂ? വേറെ എന്തെങ്കിലും ഒക്കെ അറിയാവോ? Okay, what are the types of clothes that you know? നിങ്ങൾക്ക് അറിയാവുന്ന എന്തൊക്കെ ടൈപ്പ് ക്ലോത്ത്സ് ഉണ്ട്? ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അമൃത. അമൃത, കോട്ട് ഉണ്ട്. ആ, കോട്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. കോട്ട്. അമൃതയാണോ കോട്ട് എന്ന് പറഞ്ഞേ? യെസ്. ഓക്കെ, കോട്ട് ഉണ്ട്. കോട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മള് കോട്ടൊക്കെ ധരിച്ച് ഒരുപാട് ആൾക്കാരെ കാണാറുണ്ടല്ലേ? അല്ലേ? അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ഒക്കെ എന്താണ്? വൈറ്റ് കോട്ട് അവര് വിയർ ചെയ്യാറുണ്ട്. ഓക്കെ, then അഥീന സുനിൽകുമാർ. അഥീന, can you hear me? Yes, miss. Okay, name any one cloth. Can you name any one cloth? Miss, 1 minute. Okay. Okay, Adina, tell me the name of any cloth. ഒരുപാട് ക്ലോത്ത്സിന്റെ പേര് അറിഞ്ഞുകൂടി. ഇപ്പൊ ഇവിടെ അമൃത് പറഞ്ഞു, കോട്ട് പറഞ്ഞു. ഓക്കെ, അതുപോലെ അധീന ഇപ്പൊ ഇട്ടിരിക്കുന്ന എന്ത് ക്ലോത്ത് ആണ്? എന്ത് ഡ്രസ് ആണ്? Adina, T-shirt. Okay, T-shirt is a type of dress. Okay, next. Ifuna. Party dress. Okay, party dress. Very good. And Savio. Arabin's dress. ആ, അറബീസിന്റെ ഡ്രസ് അല്ലേ? അതായത് ഒരു വലിയ ഇങ്ങനെ വെളുത്ത കളറുള്ള നല്ല നീളമുള്ള ഒരു ഡ്രസ്സാണ് അല്ലെ അറബീസ് ഒക്കെ ധരിക്കുന്നത്. സോ അതും ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സാണ്. പിന്നെയോ അടുത്ത തരാ റിച്ചാർഡ് സിജോ. ഏതെങ്കിലും ഒരു ഡ്രസ്സിന്റെ പേര് പറയൂ. റിച്ചാർഡ് ഡ്രസ്സോ? നെയിം എനി വൺ ഡ്രസ്. പാന്റും ഷർട്ട്. ഓക്കെ, വെരി ഗുഡ്. സോ ഇപ്പൊ നിങ്ങൾ ഒരുപാട് ഡ്രസ്സിന്റെ പേര് പറഞ്ഞല്ലേ? അപ്പോ മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വൈ ഡു വി വിയർ ക്ലോത്ത്സ്? എന്തുകൊണ്ടാണ് നമ്മൾ ക്ലോത്ത്സ് ധരിക്കുന്നത്? ഓക്കെ, ഐ വാണ്ട് ദ ആൻസർ ഫ്രം ഫാത്തിമ KM. ഫാത്തിമ, why do we wear clothes? Why do we wear clothes? Why do we wear clothes? എന്തുകൊണ്ടാണ് നമ്മൾ ഡ്രസ് ധരിക്കുന്നത്? എന്തിനാണ് ഡ്രസ് ഇടുന്നത്? ശരിയാ മറക്കാൻ. Okay, that's okay, but there is answer in your textbook. Look at the textbook and tell me. Why do we wear clothes? There is answer in your textbook. Yes. Cotton cloth. Work. Okay, we wear clothes to protect. വേഗം വായിക്ക്. Come on.
People school. Okay, we wear clothes to protect ourselves from heat, cold, wind, and rain. Okay, very good. And okay, Fatima. Okay, Fatima. Come on. Okay, you can mute your mic. You can mute your mic. Fatima. So, next class തൊട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച പോർഷനെ കുറിച്ച് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. നിങ്ങൾ ആൻസർ പറഞ്ഞതിന് ശേഷം മാത്രമേ പുതിയതായിട്ട് പുതിയ പോർഷനിലേക്ക് കടക്കുള്ളൂ. ഓക്കെ. സോ നിങ്ങൾ നല്ലോണം വായിക്കണം. നിങ്ങൾ വായിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണെങ്കിലും ആൻസർ പറയാൻ പറ്റുള്ളൂ. ഓക്കെ. സോ യു ഹാവ് ടു പ്രാക്ടീസ് റീഡിങ്. ഓക്കെ. ആൻഡ് ലോങ് ഇയേഴ്സ് എഗോ people did not wear clothes. പണ്ടത്തെ കാലത്ത് ആൾക്കാർക്ക് നമ്മളെ പോലെ ടീഷർട്ടോ സാരിയോ പാന്റോ ബനീനോ ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ. Then what do they wear? Or how do they cover their body? Muhammad Abis? Muhammad? Yes. Okay. How do the people from olden times used to cover their body? What type of materials are used to cover their body? Body sets. Okay. Oldest people used to wear? Muhammad Abais, tell me. You don't know? Okay, Savio Joy, tell me. Leaf and skin of dead animal. Yes, that is the oldest people. That is people of the oldest time used these leaves and skins of dead animals to cover their body, because they also wanted to protect their body from rain, cold, heat, etc. So they used leaves and the skin of dead animals to cover their body. So you can see a picture of old man standing there. New textbook. See. Okay, you can see. He is wearing a skin of dead animal. Okay, the skin of dead animal. Okay, you can see that. So here we discussed that we used to wear clothes to protect ourselves, protect our body, and the people of olden times, they used to wear, they used to cover their body using leaves and skins of dead animals. Okay, and slowly people learn to make clothes. That's why we are wearing clothes now. Clothes ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമ്മളും പണ്ടത്തെ ആൾക്കാർ പോലെ ലീവ്സും സ്കിൻസ് ഓഫ് ഡെഡ് ആനിമൽസ് ഒക്കെ ആയിരിക്കും നമ്മളിങ്ങനെ ധരിച്ചിട്ട് ഈ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്നുണ്ടാവുക. ഇല കൊണ്ടുള്ള ഡ്രസ്സും അതുപോലെ തന്നെ കുറെ മൃഗങ്ങളുടെ തൊലി വെച്ചിട്ടുള്ള ഡ്രസ്സൊക്കെ ആയിരിക്കും നമ്മൾ ഇപ്പൊ ഇട്ടിട്ടുണ്ടാവുക. നല്ല രസമായിരിക്കില്ലേ അപ്പൊ കാണാൻ, ഇലകളും പൂക്കളും കൊണ്ടൊക്കെ ഉള്ള ഡ്രസ്സ് അല്ലേ? ഓക്കെ. സോ ഓക്കെ, ആൻഡ് വിച്ച് സീസൺ വി ആർ എക്സ്പീരിയൻസിങ് നൗ? ഇപ്പൊ ഏത് സീസൺ ആണുള്ളത്? ഹാദിയ റഷീദ്? Rainy season. Okay, rainy season. We are experiencing rainy season and it's raining outside. Okay, എല്ലാവരുടെ അടുത്തും ഇപ്പൊ മഴയൊക്കെ പെയ്യുന്നുണ്ടോ? No. Okay, രാവിലെ നല്ല മഴയല്ലായിരുന്നു എല്ലാവരുടെ അടുത്തും? Yes, because it's rainy season. How many seasons are there? How many seasons are there? Okay. GRS? Okay, how many seasons are there? Rainy season. Okay. Hot season. Okay. Hot season or it is called summer season. വേനൽക്കാലത്തിന് നമ്മൾ summer season എന്നാണ് പറയുന്നത്. And മഞ്ഞുകാലത്തിന് എന്താ പറയുന്നത്? Cold season. No, cold season. Okay. It's very cold during that time. We call മഞ്ഞുകാലത്തിന് നമ്മൾ winter season എന്നാ പറയുന്നത്.
So we have summer season, winter season, rainy season. Okay. And what type of clothes? Okay. Okay. What type of clothes you like to wear during the summer season? Summer season എങ്ങനെയുള്ള ഡ്രസ്സ് ധരിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടം? ഭയങ്കര കട്ടിയുള്ള ഡ്രസ്സാണോ നിങ്ങൾക്ക് വേനൽക്കാലത്തൊക്കെ ഇടാൻ വേണ്ടി ഇഷ്ടം? ഓക്കെ, സാവ്യ ജോയ്, tell me. Cotton. Yes, during summer seasons we will wear cotton clothes because they keep us cold, they keep us cool. You know that during summer season it's okay. Biona, V, Noble, Biona, okay, tell me. എന്ത് പറയാനാ കൈപൊക്കിയത്? Okay, okay, okay. അടുത്ത ചോദ്യം ചോദിക്കാം, അന്നേരം പറഞ്ഞാൽ മതി ട്ടോ. So we know that during summer season it's very hot outside, isn't it? It's very hot outside. So if we wear cotton clothes, it will keep us cool. Therefore, it is better to wear cotton clothes during the summer season. സമ്മർ സീസണിൽ നമ്മൾ കോട്ടൺ ക്ലോത്ത്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ചൂട് കുറവുള്ളതായിട്ട് തോന്നും. ഓക്കെ, അപ്പൊ നമ്മുടെ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സമ്മർ സീസണിൽ നമ്മൾ എന്ത് ഡ്രസ്സ് ധരിക്കണം? കോട്ടൺ ഡ്രസ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടു ബിയോണ വി നോബിൾ. Biana. Okay, and during winter season, which type of cloth you prefer? എന്ത് തരത്തിലുള്ള ക്ലോത്ത് ആണ് വിന്റർ സീസണിൽ യൂസ് ചെയ്യുന്നത്? Woolen cloth. Okay, very good, Biana, very good. That is, we wear woolen clothes during the winter season because during winter season, we know that it's very cold. It's very cold outside. അല്ലേ? നല്ല മഞ്ഞുകാലത്ത് നല്ല തണുപ്പല്ലേ? നമുക്ക് ആർക്കും രാവിലെ എണീക്കാനും തോന്നുന്നുണ്ടാവൂല. ഫുൾ ടൈം ഇങ്ങനെ പൊതച്ച് മൂടി ഇങ്ങനെ ചൂടത്ത് ഉറങ്ങാൻ വേണ്ടി തോന്നുന്നുണ്ടാവും അല്ലേ? അല്ലേ? അപ്പൊ നല്ല തണുപ്പാണ് പുറത്തല്ലേ? അപ്പൊ നല്ല തണുപ്പുള്ള സമയത്ത് നമ്മൾ എങ്ങനെയുള്ള ഡ്രസ്സാ ധരിക്കേണ്ടത്? വാട്ട് ടൈപ്പ് ഓഫ് ഡ്രസ്? വൂളൻ ക്ലോത്ത്സ്. ഓക്കെ, നിങ്ങൾ എല്ലാവരും ആൻസർ പറയണം കേട്ടോ. നിങ്ങൾ എല്ലാവരും ഇവിടെ മ്യൂട്ടായിട്ട് ഇരിക്കുന്നതെങ്കിലും നിങ്ങളുടെ വായ അനങ്ങുന്നത് എനിക്ക് മനസ്സിലാവും. സോ നിങ്ങൾ കറക്റ്റ് ആണോ പറയുന്നത് എനിക്ക് മനസ്സിലാവും. ആ, വൂളൻ ക്ലോത്ത്സ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. വൂളൻ ക്ലോത്ത്സ്. വൂളൻ ക്ലോത്ത്സ് കീപ് us warm. Okay, during winter season we know that it's very cold. It's very cold outside, isn't it? So these woolen cloths help us to this woolen clothes make us or keep us warm. നമ്മളെ നല്ല ചൂടുള്ളതാക്കി വെക്കാൻ വേണ്ടി അല്ലെങ്കിൽ ബോഡിക്ക് നല്ല ചൂട് തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ വൂളൻ ക്ലോത്ത്സിന് സാധിക്കും. And do you know what is meant by woolen cloths? Woolen cloths എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? Savio, do you know what is meant by woolen cloths? Yes. Okay, tell me. ഉണ്ടാക്കുന്നത്. വൂളൻ ക്ലോത്ത്സ് എന്ന് പറഞ്ഞാല് കമ്പിളി വസ്ത്രങ്ങളാണ്. ഓക്കെ, നമ്മൾ നല്ല തണുപ്പ് കാലത്ത് യൂസ് ചെയ്യുന്നത് കമ്പിളി കൊണ്ടുള്ള, ചില ആൾക്കാർ ഇതിന്റെ ഒരു സ്വെറ്റർ പോലെ യൂസ് ചെയ്യും, ചില ആൾക്കാർ അതിന്റെ പുതപ്പ് യൂസ് ചെയ്യും അല്ലേ? യെസ്, ലൈക്ക് ദാറ്റ് ഡ്യൂറിങ് റെയിനി സീസൺ. അസ്യൂം ദാറ്റ് ഇപ്പൊ നല്ല റെയിനി സീസൺ അല്ലേ? ഓക്കെ, ആൻഡ് യു വാണ്ട് ടു ഗോ ഔട്ട്സൈഡ്, നമുക്ക് പുറത്ത് പോകണം. ആൻഡ് you don't have any umbrella with you. നിങ്ങളുടെ കയ്യിൽ കൊടയില്ല. അപ്പൊ നിങ്ങൾ സ്കൂട്ടിയിൽ തൊട്ടടുത്തുള്ള ഒരു ടൗണിലോട്ടോ എവിടെയെങ്കിലും പോവാന്നിരിക്കുക. അപ്പോ നിങ്ങൾ എന്തെടുക്കും? Which type of clothes you wear during rainy season or if you want to go outside? Raincoat. Raincoat. Very good. Very good. Very good. Very good, all of you. How many of you have raincoat with you? എത്ര പേർക്കുണ്ട് റെയിൻകോട്ട് ഈ കൂട്ടത്തില്? ആരെങ്കിലും ഉണ്ടോ റെയിൻകോട്ട് ഉള്ളവര്? ഓക്കെ, there are some people or some people have raincoat with them. Okay, that's very good. So raincoat protect us from
the rain and it will keep us dry. അല്ലേ? മഴ നനയാതെ നമ്മളെ ഡ്രൈ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് റെയിൻ കോട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അല്ലേ? അല്ലേ? Say yes or no. Okay. I think most of the people are sleepy now. എല്ലാവർക്കും ഇപ്പൊ ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ. ഡ്രസ്സിനെ കുറിച്ച് കേട്ടിട്ട്, ക്ലോത്ത്സിനെ കുറിച്ച് കേട്ടിട്ട്. നമ്മൾ അറിയണ്ടേ എന്ത് ടൈപ്പ് ക്ലോത്ത്സ് ആണുള്ളത്, എങ്ങനെയാണ് ക്ലോത്ത്സ് ഉണ്ടാക്കുന്നത്. Okay. And what type of clothes we used to wear during the different season. Okay. So there are different clothes for different season. So, and the next thing is that the next section is what are clothes made up of? എന്താണ് നിങ്ങളുടെ ക്ലോത്ത്സ് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? Okay. What are clothes made up of? Naza Mariam? Naza. Clothes എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? What are clothes made up of? നിങ്ങളുടെ ക്ലോത്ത്സ് കോട്ടൺ ഉണ്ട്, അങ്ങനെ ഒരുപാട് മെറ്റീരിയൽ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ഡ്രസ്സിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ എല്ലാവരും ഡ്രസ്സിൽ എല്ലാവരും സൂക്ഷിച്ചു നോക്കിക്കേ. നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിക്കേ, എന്താ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്? Okay, there is Savio. Okay, Savio, tell me. Cotton plant and seed. Okay, cotton plant and seed. Okay, നമ്മൾ അവിടെ എത്തുന്നേ ഉള്ളൂ. അതിനു മുമ്പാണ് ചോദിക്കുന്നത്, എല്ലാവരും അവരുടെ ക്ലോത്ത്സ് നോക്കുക. And what you can see in your clothes? What are things that you can see in your clothes? Okay. Muhammad Mutabis. Muftazil. എന്തൊക്കെയാണ് ക്ലോത്ത്സിൽ കാണുന്നത്? ക്ലോത്ത്സിൽ എന്തൊക്കെയാണ് കാണുന്നത് മുഹമ്മദിന്റെ? മുഹമ്മദിന്റെ ഇട്ടിരിക്കുന്ന മുഹമ്മദ് ഇപ്പൊ ഇട്ടിട്ടുള്ള ഡ്രസ് ഇല്ലേ, ആ ഒരു ടീഷർട്ടില് മുഹമ്മദിന് എന്തൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്? അതിൽ എന്തെങ്കിലും ഡിസൈൻ ഉണ്ടോ? ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. മുഹമ്മദ് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടാണോ സംസാരിക്കുന്നത്? Yes, that's the thing. Okay, all the clothes or all the dress are made up of thread. Thread എന്ന് കേട്ടിട്ടില്ല നിങ്ങൾ? ത്രെഡ്, നൂല്. നിങ്ങളുടെ എല്ലാവരുടെയും ഡ്രസ്സിൽ ത്രെഡ് കാണുന്നില്ലേ? Okay, and all the clothes are made up of threads. And from where do we get these threads? എവിടെ നിന്നാണ് നമുക്ക് ഈ നൂലൊക്കെ കിട്ടുന്നത്? Do you know? Do you know from where do we get all these threads? There are different kind of threads. Cotton thread is there, woolen thread is there, silk thread is there. And do you know from where do we get all these threads? Yes. Look at your textbook. You can see a cotton plant there. Okay, you can see a cotton plant there in your textbook. Okay, and from cotton plant we get cotton. Okay, and from cotton plant we get what? We get what? Athena Sunil Kumar, tell me. Cotton thread. Okay, we get cotton from the cotton plant, and the cotton grows in pods. What do you mean by pods? Pods nu parna endana ariyavo? Pods means ചെറിയ ചെറിയ തോട്. ആ ചെറിയ ചെറിയ തോടിന്റെ ഉള്ളിലാണ് cotton ഉള്ളത്. Okay, the pods are picked and thread is made from them. Cotton thread is made from cotton. Okay, this cotton grows in pods and these pods are picked up. ആ പോഡ്സിനെയൊക്കെ നമ്മൾ കോട്ടൺ ഉള്ള പോഡ്സ് നമ്മൾ പറിച്ചെടുത്തിട്ട് അതിൽ നിന്നുമാണ് നമ്മൾ ത്രെഡ് ഉണ്ടാക്കുന്നത്. Okay, we get cotton from the cotton plant. Cotton grows in pods and the pods are picked and thread is made from them. Okay, okay, and you can see a girl is doing something. Okay, in your textbook. And what is that process? That process is called spinning.
That is, using the making thread from cotton is called spinning. Okay, the process through which we make thread from this cotton plant is called spinning. Cotton plantil നിന്ന് നമുക്ക് thread ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ spinning എന്ന് പറയുന്നത്. Okay, and the thread is made. Okay, the thread is made into cloth on a loom. Making cloth from thread is called weaving. അപ്പൊ നമ്മള് ഈ ത്രെഡ് നമുക്ക് കിട്ടിയ ശേഷം ആ ത്രെഡിനെ നമ്മൾ ക്ലോത്ത് ആക്കി മാറ്റുന്നു. അതോ ലൂം എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയൽ കണ്ടോ, ആ ഒരു അപ്പാരറ്റസ് കണ്ടോ, ഒരു ഒബ്ജക്റ്റ് കണ്ടോ, അവിടെ ഒരു സാരി ഉടുത്തിട്ട് ഒരു വുമൺ ഇരുന്നുകൊണ്ട് എന്താ അവിടെ ചെയ്യുന്നത് കണ്ടില്ലേ? And so that object is called loom, and the process of making cloth from thread is called weaving. Okay, so do you understand? Do you understand what we have discussed now? Any doubts? Do you have any doubts? Okay, you can ask me if you have any doubt. Don't fear about it. No. Indeed. Arkana, tell me your name. Who is that? Don't worry. You can tell me. I'm here to solve your doubts. Who have doubt? Aaka doubt ullada? Any doubts? Ellam clear ayo? Everything clear? Tell me yes or no? Tell me. I think you understood everything. So let me repeat the topic once again. So we wear different clothes for different season. Okay. And we wear cotton cloths during summer and woolen cloths during winter, raincoat during the rainy season. Okay. Then we get cotton from cotton plant. Okay, and the cotton grows in pods. Okay, and we make thread from cotton using a process called spinning. Okay, and the thread is converted into cloth through a process called weaving on loom. Okay, appo nammal പഠിച്ച കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ്. Okay, appo I think you understood it. Okay, I think you don't have any doubt. Okay. Okay, so it's time to wind up the class. Class തീരാൻ സമയം. And next class ൽ ഞാൻ question ചോദിക്കും. എല്ലാവരും പഠിച്ചിട്ട് വരണം. Okay. So bye. Bye bye. Bye. Bye Bye. 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 Miss. അതാരാണ്? ഇപ്പൊ ക്ലാസ് തീരും. മിസ് എന്റെ അടുത്ത് ഒരു ക്യാറ്റ് ഉണ്ട്. എന്താ? മിസ് എന്റെ അടുത്ത് ക്യാറ്റ് ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓ ഹായ്, ക്യാറ്റിനൊരു ഹായ്. ഹായ്. ടീച്ചർ ഹായ്, ബൈ.